ശാരീരിക പരിമിതികൾക്കിടയിലും സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായി 52കാരൻ കണ്ണൂർ പെരളശ്ശേരി പനേരിച്ചാലിലെ KV ബാബുവാണ് സമൂഹത്തിനു വേണ്ടി തന്റേതായ സംഭാവനകൾ നൽകുന്നത്. നാടിന്റെ പ്രിയങ്കരനായ ബാബുവിന്റെ വിശേഷങ്ങൾ കാണാം. ജീവിതം സുന്ദരമായി മുന്നോട്ടു പോവാൻ കാലുകളല്ല, നല്ലൊരു മനസ്സാണ് വേണ്ടതെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിക്കുകയാണ് ബാബു. ചെറുപ്പം തൊട്ട് തുടങ്ങിയതാണ് ബാബുവിന്റെ സാമൂഹ്യ പ്രവർത്തനം. എന്താവശ്യമുണ്ടെങ്കിലും അത് ഏത് പാതിരാത്രിയാണെങ്കിലും ബാബുവിന്റെ സേവനം ലഭ്യമാണ്. കൊറോണ കാലത്ത് പ്രദേശത്തെ ക്വാറന്റൈനിലുള്ള രോഗികൾക്കുള്ള മരുന്നും ഭക്ഷണവുമൊക്കെ എത്തിച്ചിരുന്നത് ബാബുവായിരുന്നു. മുണ്ടേരി പഞ്ചായത്തിൽ 6 മാസം ക്ലർക്കായും ബാബു സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ ദേശാഭിമാനി പത്രം ഏജന്റും കൂടിയായിരുന്നു ബാബു. ബാബുവിനെ കുറിച്ച് പറയാൻ 100 നാവാണ് നാട്ടിലുള്ളവർക്ക്. എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടാവും. മരിച്ച വീടായാലും കല്യാണമായാലും സൂക്കേടായാലും കല്യാണത്തിന് ഓടിയെത്തുന്നു. എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടാവും. പരിമിതി അതൊന്നും കൂട്ടാക്കാണ്ട് എല്ലായിടക്കും എത്തും. എന്ത് സമയത്ത് ഏത് സമയത്തും പാവട്ട് റെഡിയാണ്. എപ്പോൾ വിളിച്ച് എന്താവശ്യത്തിന് വിളിച്ചാലും പാവട്ട് റെഡിയാണ്. എല്ലാ കാര്യത്തിലും സഹകരണം. ഒരു കാര്യത്തിനും ഇല്ലാന്ന് പറഞ്ഞില്ല, എല്ലാം മുൻപന്തിയിൽ എന്നിട്ട് ചെയ്തു തരും. പറയുകയാണെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്, രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിൻ്റെ വൈകല്യങ്ങളെ മറന്നുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിത്തമുള്ള ഒരു വ്യക്തിയാണ്. പൊതുവെ നമ്മൾ ഈ മറ്റുള്ളവരെക്കാളും ഏത് പ്രശ്നത്തിലും ഇടപെടാനും മറ്റുള്ള സഹായിക്കാനുള്ള മനസ്സുള്ള വ്യക്തിയാണ്. തന്നാൽ കഴിയുന്ന സേവനം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും നിലവിൽ തനിക്കത് ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടെന്നും ബാബു പറഞ്ഞു. പരിമിതി ഞാൻ വില വെക്കാറില്ല. എല്ലാവരും പോലെ അങ്ങനെ ഒരു മുന്നിൽ നടക്കാനേ വളരെ ശ്രമിച്ചിട്ടുള്ളൂ. സ്കൂൾ പഠിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും ആദ്യം സൈക്കിൾ കൈകൊണ്ട് തിരിച്ചു പോകുന്ന സൈക്കിളായിരുന്നു. അപ്പോൾ നാട്ടുകാർ സപ്പോർട്ടോട് കൂടിയിട്ടാണ് വണ്ടി പോവുക. കാരണം കേരളത്തിലൊന്നും പോവില്ല. അപ്പോൾ ആൾ ഉന്തിയിട്ട് തന്നെ പോവുക. അതിനുശേഷമാണ് ഈ വണ്ടി ആയത്. പിന്നെ പുതുവാച്ചേരി ഹെൽത്ത് സെന്റർ ഏറ്റവും മേലെയാണ്. രാവിലെ വിളിക്കും, ആശാവർക്കർ വിളിക്കും, ഇന്ന സ്ഥലത്ത് കുറവുണ്ട്, ഈ മരുന്നാട് എത്തിക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ ആ മരുന്നാട് എത്തിക്കും. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, സാധനങ്ങൾ അന്നേരം ഇടയിലും ക്വാറന്റൈനിലും പൂട്ടും. പെരശ്ശേരി മാത്രം ഒരു സ്ഥലത്ത് തുറക്കലുണ്ട്. അവിടെ പോയിട്ട് അത് മേടിച്ചിട്ട് കൊണ്ട് കൊടുക്കും അവരെ വീടുകളിൽ. ഇനിയും എന്താണ് ചെയ്യാൻ പറ്റുന്ന എന്നെ കൊണ്ട് ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്യും. ആദ്യഘട്ടത്തിൽ അംഗപരിമിതർക്കുള്ള കൈകൊണ്ട് തിരിച്ചോടിക്കുന്ന വാഹനത്തിലായിരുന്നു യാത്ര. ഇന്നത് സ്കൂട്ടിയിലാണ്. ബാബുവേട്ടന്റെ ഈ ജീവിതയാത്രയിൽ കൈത്താങ്ങായി ഭാര്യ ശോഭയും മക്കളും കൂടെ തന്നെയുണ്ട്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.